നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകി. 10 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറി. അമ്മയ്ക്ക് പിറകെ അന്നമോളും യാത്രയായി. പാലായിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 11 വയസ്സുകാരിയും മരിച്ചു. കുമ്മണ്ണൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മാങ്ങാനം പാംസ് വില്ലയിൽ വൻ കവർച്ച. കോട്ടേജ് കുത്തി തുറന്ന് 50 പവൻ സ്വർണം കവർന്നു. പ്രദേശത്ത് വിലസിയ കള്ളന്റെ ദൃശ്യങ്ങൾ CCTVയിൽ. പൂവിളികളുമായി പിള്ളേരോണം. തൂശനിലയിൽ സദ്യയുണ്ട് കുരുന്നുകൾ. ചിങ്ങത്തിലെ തിരുവോണത്തിന് ഇനി 28 നാൾ. വാർത്തകൾ വിശദമായി. മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണു മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ ധനസഹായം കൈമാറി. മന്ത്രി VN വാസവൻ വീട്ടിലെത്തിയാണ് 10 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിട ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മാംകുന്ന് മേപ്പോത്തുംകുന്നിൽ ബിന്ദുവിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ വീട്ടിലെത്തി കൈമാറി. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് വീട് സന്ദർശിച്ച മന്ത്രി 10 ലക്ഷം രൂപയുടെ ചെക്ക് ബിന്ദുവിന്റെ ഭർത്താവ് K. വിശ്രുതൻ, അമ്മ സീതമ്മ, മകൻ നവനീത് എന്നിവർക്ക് കൈമാറി. ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് അടിയന്തര ധനസഹായമായി 50,000 രൂപ നേരത്തെ സർക്കാർ നൽകിയിരുന്നു. CK ആശ MLA, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ADM S. ശ്രീജിത്ത്, വടയാർ വില്ലേജ് ഓഫീസർ മോളി ഡാനിയൽ എന്നിവർ കൂടെയുണ്ടായിരുന്നു. ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം സർക്കാർ എന്നുമുണ്ടെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. 10 ലക്ഷം രൂപ ക്യാബിനറ്റ് തീരുമാനിച്ചു. ആ തീരുമാനിച്ചതും ഇപ്പോൾ ഈ കുടുംബത്തെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് കളക്ടറും MLAയും ഇവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ അതനുസരിച്ച് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ സമയബന്ധിതമായി കൃത്യമായി നടപ്പിലാക്കിയിരിക്കുന്നു. ആ കുടുംബത്തിന് ഇനിയും തുടർന്ന് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇതെല്ലാം തരത്തിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവും. ആ കുടുംബത്തോടൊപ്പം അവരെ ആശ്വസിപ്പിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് പൊതുവായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ആ കുടുംബക്കാരും ഈ കാര്യത്തിൽ ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയുടെയും കൃത്യതയോടെയും ആ കാര്യത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തി. MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വീടിന്റെ നിർമ്മാണം ശനിയാഴ്ച തുടങ്ങും. ബിന്ദുവിന്റെ മരണശേഷം എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന സർക്കാരിന്റെ പിന്തുണയിലും സഹായത്തിലും ഏറെ തൃപ്തിയുണ്ടെന്ന് ഭർത്താവ് വിശ്രുതനും അമ്മ സീതമ്മയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ മുണ്ടാങ്കലിൽ സ്കൂട്ടറിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന പ്രവിത്താനം സ്വദേശിനി അന്നമോളും മരിച്ചു. 11 വയസ്സായിരുന്നു. അന്നയുടെ അമ്മ ജോമോളും മറ്റൊരു സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ധന്യയും അപകടത്തിൽ മരണമടഞ്ഞിരുന്നു. പാലാ മുണ്ടാങ്കല്ല് വാഹനാപകടത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടിയും മരിച്ചു. പ്രവിത്താനം അല്ലാപ്പാറ പാലക്കുഴിക്കുന്നേൽ സുനിലിന്റെ മകൾ അന്നമോളാണ് മരിച്ചത്. 11 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 8:30യോടെയാണ് മരണം സംഭവിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3 അപകടത്തിൽ തലച്ചോറിനും ആന്തരികാവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റ് ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. അപകടത്തിൽ അന്നയുടെ അമ്മ ജോമോൾ സുനിൽ, മേലുകാവുമറ്റം നെല്ലൻകുഴിയിൽ ധന്യ സന്തോഷ് എന്നിവർ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. ജോമോളുടെ സംസ്കാരം വ്യാഴാഴ്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്നയും വിട പറഞ്ഞത്. ഇതോടെ ഭാര്യയും ഏക മകളും നഷ്ടമായ സുനിൽ തനിച്ചായി. സുനിൽ ജോമോൾ ദമ്പതികളുടെ ഏക മകളാണ് അന്ന. പാലാ സെന്റ് മേരീസ് ഗേൾസ് HSSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അന്നമോളെ സ്കൂളിലാക്കാൻ സ്കൂട്ടറിൽ പോകുന്നതിനിടെ ഈ മാസം 5-ാം തീയതി രാവിലെ 9:30 മുണ്ടാങ്കൽ ഭാഗത്ത് എതിരെ നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട് ചേർപ്പുങ്കലിലെ ആശുപത്രിയിൽ എത്തിച്ചതു മുതൽ 86 മണിക്കൂറിലേറെ സമയം വെന്റിലേറ്ററിലായിരുന്നു അന്ന. തലച്ചോറിന് പരിഹരിക്കാനാവാത്ത നിലയിൽ ക്ഷതം സംഭവിച്ചതായി കാണിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയിരുന്നു. അന്നയുടെ കണ്ണുകൾ ദാനം ചെയ്തു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രവിത്താനം പള്ളിയിൽ നടക്കും. രാവിലെ 9:30 അന്ന പഠിച്ചിരുന്ന പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും തുടർന്ന് 11 മണിക്ക് പ്രവിത്താനം പള്ളി പാരിഷ് ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ കുമ്മണ്ണൂരിലുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിത്താനം സ്വദേശി അഭിജിത്താണ് മരിച്ചത്. അഭിജിത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്കും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലെ പാലാ ഏറ്റുമാനൂർ റോഡിൽ കുമ്മണ്ണൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ഏറ്റുമാനൂർ പട്ടിത്താനം മലയപ്പറമ്പിൽ അഭിജിത്താണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കുമ്മണ്ണൂർ കുരിശുപള്ളിക്കവലയ്ക്ക് സമീപത്തെ ഇറക്കത്തിൽ രാവിലെ 8:30യോടെയായിരുന്നു അപകടം. കൊഴുവനാലിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു അഭിജിത്ത്. രാവിലെ ജോലിസ്ഥലത്തേക്ക് പോകും വഴിയായിരുന്നു അപകടം. അഭിജിത്ത് സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ മുൻവശവും ബൈക്കും തകർന്നു. കിടങ്ങൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നിരവധി അപകടങ്ങളാണ് കുമ്മണ്ണൂർ മുതൽ ചേർപ്പുങ്കൽ വരെയുള്ള ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലാ.
കോട്ടയം മാങ്ങാനം പാംസ് വില്ലയിൽ വൻ മോഷണം. 21 നമ്പർ കോട്ടേജിലാണ് മോഷണം നടന്നത്. 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കൊണ്ടുപോയി. മാങ്ങാനം തുരുത്തൽ പാലത്തിന് സമീപം വീടുകളിൽ കയറാനും ശ്രമം നടന്നു. കോട്ടയം മാങ്ങാനം പാംസ് വില്ലയിൽ മോഷണം. വില്ലയിലെ 21 നമ്പർ കോട്ടേജിലാണ് മോഷണം നടന്നത്. വില്ലയുടെ വാതിൽ തകർത്ത് ഉള്ളിൽ കടന്ന മോഷ്ടാവ് 50 പവൻ സ്വർണം കവർന്നു. ഇന്നലെ രാത്രി 2 മണിക്കും പുലർച്ചെ 6 മണിക്കും ഇടയിലാണ് മോഷണം നടന്നത്. വില്ലയിലെ താമസക്കാരിയായ അമ്മയും മകളും അസുഖത്തെ തുടർന്ന് മാങ്ങാനത്തെ ആശുപത്രിയിൽ രാത്രിയിൽ ചികിത്സയ്ക്ക് പോയിരുന്നു. ഇതിനുശേഷം ഇവർ രാവിലെ തിരികെ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാവ് ഉള്ളിൽ പ്രവേശിച്ചത്. തുടർന്ന് തൊട്ടടുത്തുള്ള മുറിയിലെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കവർന്നു. മോഷണ വിവരം അറിഞ്ഞ ഉടൻ വീട്ടുകാർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ വിവരമറിയിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SH ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാങ്ങാനം തുരുത്തൽ പാലത്തിന് സമീപമുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലും ഇന്നലെ രാത്രി മോഷണ ശ്രമം നടന്നിരുന്നു. പ്രദേശത്തെ വീടുകളിൽ കയറുന്ന മോഷ്ടാവിന്റെ CCTV ക്യാമറ ദൃശ്യം പുറത്തുവന്നു. തുരുത്തൽ പാലത്തിന് സമീപം ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് ഉള്ളിൽ കടക്കാൻ മോഷ്ടാവ് ശ്രമിച്ചു. ഈ വീടിന്റെ പുറത്തുനിന്നുള്ള CCTV ക്യാമറ ദൃശ്യമാണ് ഇപ്പോൾ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൂവിളി ഉണർത്തി പിള്ളേരോണം ആഘോഷിച്ചു. കർക്കിടക മാസത്തിലെ തിരുവോണമാണ് പിള്ളേരോണം. തൂശനിലയിൽ സദ്യയുണ്ട്. കുഞ്ഞുങ്ങൾ ഇന്നത്തെ ദിവസം ആഘോഷമാക്കി. ഓണത്തെ വരവേറ്റ് പിള്ളേരോണം ആഘോഷിച്ചു. കർക്കിടകത്തിലെ തിരുവോണ നാളിലാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്. ഇന്നേക്ക് 28ാം ദിനമാണ് ചിങ്ങത്തിലെ തിരുവോണം. ചിങ്ങത്തിരുവോണം പോലെ വരില്ലെങ്കിലും സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയാണ് പിള്ളേരോണവും ആഘോഷിക്കുന്നത്. ചെറിയ പൂക്കളം ഒരുക്കുന്ന ചടങ്ങുമുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഉണ്ണിയപ്പം ഈ ദിനത്തിലെ പ്രധാന വിഭവമാണ്. പണ്ടുകാലങ്ങളിൽ ഓണത്തിന്റെ ഒരുക്കങ്ങൾ ഈ ദിനം മുതലായിരുന്നു ആരംഭിച്ചിരുന്നത്. ദുരിതവും പട്ടിണിയും തുടർച്ചയായി പെയ്യുന്ന മഴയും ഇരുട്ടും നിറഞ്ഞ കർക്കിടക നാളുകളായിരുന്നു പണ്ടുകാലത്ത് ഉണ്ടായിരുന്നത്. കള്ളക്കർക്കിടക മഴയെ ശപിച്ച് ഉത്സാഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ബാല്യങ്ങൾ അന്ന് കാത്തിരുന്നത് പിള്ളേരോണമായിരുന്നു. വരാനിരിക്കുന്ന സമൃദ്ധിക്ക് വേണ്ടി തയ്യാറാകാൻ മലയാള കലണ്ടറിലെ ആദ്യ മാസമായ ചിങ്ങം പുലരുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കർക്കിടകത്തിലെ തിരുവോണ ദിനം മുതൽ തുടങ്ങുമായിരുന്നു. കുട്ടികളിൽ ആചാരപരമായ ബോധവും സംസ്കാരവും വളർത്താനും ഈ ചെറിയ വലിയ ആഘോഷം ഉപകരിച്ചിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞാൽ വീട്ടിലെ കാരണവർ കുട്ടികൾക്ക് ഓണക്കോടിയും നൽകുമായിരുന്നു. പഴയ കാലത്ത് ഈ ദിനം മുതൽ പൂവിടൽ തുടങ്ങുന്ന ഒരു ആചാരവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് പൊൻകുന്നം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലും വ്യാപാര ദിനം ആഘോഷിച്ചു. വ്യാപാര ഭവൻ അങ്കണത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ടോമി ഡൊമിനിക് പതാക ഉയർത്തി. ബോർഡ് മെമ്പർമാർ പങ്കെടുത്തു. ഇതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്യാൻസർ രോഗിക്ക് ചികിത്സാ സഹായം നൽകുകയും പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിന്റെ ശുചീകരണ പ്രവർത്തനത്തിലുള്ള ഫണ്ട് സ്കൂൾ പ്രിൻസിപ്പലിന് കൈമാറുകയും ചെയ്തു. ഇന്ത്യയിലെമ്പാടുമുള്ള വ്യാപാരികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏതാണ്ട് 3000-ലധികം യൂണിറ്റുകളിലായി പരന്നു കിടക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന വലിയ സംഘടനയുടെ നേതൃത്വത്തിൽ വ്യാപാരി ദിനം ആചരിക്കുകയാണ്. നമ്മൾ ഇത് പറയുമ്പോൾ വ്യാപാരി ദിനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളടക്കം നമ്മളുടെ സംഘടനയ്ക്ക് ചെയ്യാവുന്ന പരമാവധി പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ പൊൻകുന്നം യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് ഈ വ്യാപാരി ദിനത്തോടെ ഇവിടെ പതാക ഉയർത്തുന്നതോടുകൂടി ഈ വ്യാപാരി ദിനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ദർശന സാംസ്കാരിക അക്കാദമിയുടെ റൂബി ജൂബിലി ആഘോഷം തുടങ്ങി. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മഹത് വ്യക്തിത്വമായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെന്ന് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. ദർശന കൾച്ചറൽ സെന്ററിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ചാവറ മെമ്മോറിയൽ എക്സലൻസ് അവാർഡുകളുടെ വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. How that will spread the knowledge and innovative ideas. We established one of the first printing press in Kerala, the St. Joseph's Press at Mahana. From this press came not just religious texts, but also textbooks for students and some of Kerala's earliest newspapers. We used the media to bring light and knowledge to a common man. Through all these actions, Saint Chavara was a great social reformer. By providing education to everyone, he fought against the darkness of ignorance and the evil of the caste system.
മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസഫ് പുളിക്കൽ, MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, CMI പ്രൊഫഷൻ ഫാദർ ഡോക്ടർ എബ്രഹാം വെട്ടിയാങ്കൽ, ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, ദർശന കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ എമിൽ പുളിക്കാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, കാരിത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത്, പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ തേക്കിൻകാട് ജോസഫ് എന്നിവർക്കും BCM കോളേജിനും മഹാരാഷ്ട്ര ഗവർണർ ചാവറ മെമ്മോറിയൽ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സാങ്കേതിക വിജ്ഞാനം കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് വിജ്ഞാന കോട്ടയം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം BCM കോളേജിൽ വിജ്ഞാന കോട്ടയം സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ് ടുവേർഡ്സ് നോളജ് ഇക്കോണമി എന്ന വിഷയത്തിൽ ജില്ലാതല ശില്പശാല നടന്നു. സാങ്കേതിക വിജ്ഞാനവും അതിന്റെ പ്രയോഗങ്ങളും കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പോലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉൽപാദന രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ആഗോളീകരണവും ഉദാരവൽക്കരണവും തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആർട്സ്, സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവർക്കുൾപ്പെടെ ആധുനിക സാങ്കേതിക വിജ്ഞാനം നൽകി തൊഴിൽ സാധ്യതകളിലേക്ക് കൊണ്ടുവരാം എന്നതാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ചിന്തിക്കുന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ബഹുരാഷ്ട്ര ഭീമന്മാരും അന്താരാഷ്ട്ര ഭീമന്മാരും എല്ലാം നമ്മുടെ മർമ്മപ്രധാനമായ മേഖലകൾ ചേക്കേറി പുതിയ രൂപത്തിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ തൊഴിൽ സാധ്യതകളുടെ പുത്തൻ വരവുകൾ മറ്റൊരു തരത്തിലാണ്. ആ രൂപത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കലാലയാന്തരീക്ഷങ്ങൾ സാധാരണ പ്ലേസ്മെന്റുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ള പ്ലേസ്മെന്റുകളെല്ലാം വരുന്നതോടുകൂടി, പുതിയ കോഴ്സുകൾ വരാൻ തുടങ്ങിയതോടുകൂടി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾ പുറകിലുള്ള ക്ലാസ്സുകൾ പലതും വെട്ടിപ്പുറയ്ക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം വരികയാണ്. പക്ഷേ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദത്തിന് വരുന്നവർക്ക് ഉൾപ്പെടെ എങ്ങനെ ഈ സാങ്കേതിക പരിജ്ഞാനം നൽകി പുത്തൻ കാലഘട്ടത്തിൻ്റെ പുതിയ തൊഴിൽ കമ്പോളത്തിൻ്റെ അവസരങ്ങൾക്ക് ഉയരാൻ കഴിയുന്ന പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സാധ്യമാക്കാം എന്നുകൂടിയാണ് നാം ഇത്തരത്തിലുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ ലക്ഷ്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായി. വിജ്ഞാന കേരളം അഡ്വൈസറും മുൻ മന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സഖറിയ, BCM കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KV തോമസ്, വിജ്ഞാന കോട്ടയം ജില്ലാ കോർഡിനേറ്റർമാരായ ഡോക്ടർ U അനീഷ്, ഡോക്ടർ എബിൻ M സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളൂർ 8-ാം മൈലിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ യൂണിറ്റ് INTUC ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അനിയൻ മാത്യു കൊടിയുയർത്തി. ചാണ്ടി ഉമ്മൻ MLA യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണം ഖാദി മേള നടത്തുന്നു. തിങ്കളാഴ്ച പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷനിലും ചൊവ്വാഴ്ച കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലും മേള നടക്കും. ഷാർജയിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ ഏകതയുടെ 14ാമത് നവരാത്രി മണ്ഡപ സംഗീതോത്സവം സെപ്റ്റംബർ 26 മുതൽ 28 വരെ ഷാർജയിൽ നടക്കും. ഇതോടൊപ്പം പ്രശസ്ത സംഗീതജ്ഞൻ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യരെ ഏകത പ്രവാസി സംഗീത ഭാരതി പുരസ്കാരം നൽകി ആദരിക്കുമെന്നും സംഘാടകർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും മതം മാറ്റം ആരോപിച്ച് ബജ്റംഗ് പ്രവർത്തകർ ആക്രമിച്ചിട്ടും കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കേസെടുക്കാത്തത് കള്ളവോട്ട് ചെയ്ത് ഭരണം നിലനിർത്താമെന്ന ധാർഷ്ട്യം കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒഡീഷയിൽ ക്രൈസ്തവ പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും വ്യാജ മതം മാറ്റം ആരോപിച്ച് ബജ്റംഗ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിട്ടും അവർക്കെതിരെ ഇതുവരെയും നടപടിയെടുക്കാത്തത്, കേസെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേസെടുക്കാൻ അല്ലെങ്കിൽ തയ്യാറാവാത്ത BJPയുടെ ധൈര്യം ഇന്ത്യയുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യാജ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള ധാർഷ്ട്യമാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകി. 10 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറി. അമ്മയ്ക്ക് പിറകെ അന്നമോളും യാത്രയായി. പാലായിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 11 വയസ്സുകാരിയും മരിച്ചു. കുമ്മണ്ണൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മാങ്ങാനം പാംസ് വില്ലയിൽ വൻ കവർച്ച. കോട്ടേജ് കുത്തിത്തുറന്ന് 50 പവൻ സ്വർണം കവർന്നു. പ്രദേശത്ത് വിലസിയ കള്ളന്റെ ദൃശ്യങ്ങൾ CCTVയിൽ.
പൂവിളികളുമായി പിള്ളേരോണം, തൂശനിലയിൽ സദ്യയുണ്ട് കുരുന്നുകൾ. ചിങ്ങത്തിലെ തിരുവോണത്തിന് ഇനി 28 നാൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.